നരകപാതയായി തൃശൂർ കുന്നംകുളം സംസ്ഥാന പാത. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സംസ്ഥാന പാതയാണിത്. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള യാത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നരകയാത്രയാണ്. കൈപ്രമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ളത് റോഡാണോ അതോ കുളമാണോ എന്ന് വേർതിരിച്ചറിയാൻ പ്രയാസവുമാണ്. റോഡിൽ അഗാധ ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന, ലക്ഷക്കണക്കിന് യാത്രികർ സഞ്ചരിക്കുന്ന റോഡ് ഗതാഗത യോഗ്യമല്ലെന്ന് തന്നെ പറയാം. തൃശൂർ മുതൽ കടവല്ലൂർ വരെയുള്ള റോഡിന്റെ പണി ആരംഭിച്ചിരുന്നുവെങ്കിലും മുണ്ടൂർ വരെ മാത്രമെത്തിയ റോഡിന്റെ പണി പാതി വഴിയിൽ നിർത്തിവെച്ച നിലയിലാണ്. ദിവസവും 100-ലധികം ആംബുലൻസുകൾ രോഗികളുമായി സർവീസ് നടത്തുന്ന സംസ്ഥാന പാതയുടെ ഗതികേടിൽ വലഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അത്യാവശ്യമായി മുഖ്യമന്ത്രിക്ക് ഇതുവഴി സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ ഒരു ദിവസം വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ട് കുഴികൾ അടച്ച് മുഖ്യമന്ത്രിയുടെ യാത്ര സുഗമമാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. പക്ഷേ ആ പണികൾക്കെല്ലാം ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നവകേരള യാത്ര കടന്നുപോയ റോഡുകളും അവരുടെ യാത്രയ്ക്ക് വേണ്ടി പണി നടത്തിയിരുന്നു. എന്നാൽ ആ യാത്രയിലും ഈ റോഡ് ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഈ റോഡിന് ശാപമോക്ഷം ലഭിച്ചതുമില്ല. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സംസ്ഥാന പാതയായ ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി MLA-മാർ ഒരു യോഗം പോലും വിളിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കരാറുകാർ ഇട്ടെറിഞ്ഞു പോയതിനാൽ പുതിയ ടെൻഡർ നടപടികൾക്ക് കാലതാമസമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒഴുക്കൻമട്ടിൽ പറഞ്ഞു പോയിട്ടുമുണ്ട്. എല്ലാ മഴക്കാലത്തും ചെയ്യുന്നത് പോലെ ടാറ് കലക്കിയ കുഴമ്പുപയോഗിച്ച് മണ്ണപ്പം ചുടുന്ന പോലെ മഴവെള്ളം നിറഞ്ഞ കുഴികൾ അടയ്ക്കാനുള്ള ശ്രമം മാത്രമായിരിക്കും പൊതുമരാമത്ത് വകുപ്പ് ഇത്തവണയും നടത്തുക എന്നത് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. ഈ മേഖലയിൽ സമയം നഷ്ടപ്പെടുന്ന ബസ്സുകൾ സമയം തിരിച്ചുപിടിക്കുന്നത് ചൂണ്ടൽ മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ബസ് ഉടമകളും ഇതുവരെയും തയ്യാറായിട്ടില്ല. കാറ്, ബൈക്ക് യാത്രികർ ഈ വഴി വരുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രി യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ചും. മഴവെള്ളം നിറഞ്ഞുകിടക്കുന്ന അഗാധ ഗർത്തങ്ങൾ നിങ്ങളുടെ ജീവൻ എടുത്തേക്കാം. നരകയാത്ര തുടരുക. നരകപാത നീണ്ടു നിവർന്നു തന്നെ കിടക്കുന്നു. ന്യൂസ് ഫെയർ, കുന്നംകുളം.